സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് തൊട്ട് താഴോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതി യുവാക്കൾ എന്താ വേസ്റ്റാണ്. ഈ തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇവിടുത്തെ സർക്കാരോ പ്രതിപക്ഷമോ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? കാലാകാലങ്ങളായിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് കാണാനല്ലാതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ഇത്ര നിയമന ശുപാർശ പോയെന്നുള്ള കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്താൽ ന്യായീകരിക്കാൻ പറ്റതേ. 2025 നിലവിൽ വന്ന 3 റാങ്ക് ലിസ്റ്റുകൾ, LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, 3 ലിസ്റ്റിലും അവസ്ഥ പരിതാപകരമാണ്. 1ാം റാങ്ക് വാങ്ങിച്ച ആൾക്കാർക്ക് പോലും പല സ്ഥലങ്ങളിലും ഇതിന് നിയമനമായിട്ടില്ല. അതിനിടയ്ക്ക് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഓട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതൊക്കെ ആര് കാണുന്നു? എനിക്കത് മനസ്സിലാവാതെ. ഈ നാട്ടിൽ ഇത്രയും യുവാക്കൾ മീൻസ് യുവതി യുവാക്കൾ ഇത്രയും ബുദ്ധിമുട്ടുന്നു. അതായത് ഒരു ജോലിയില്ലാതെ, വരുമാനമില്ലാതെ, കയ്യിൽ പൈസ ഇല്ലാതെ ഇത്രയും ബുദ്ധിമുട്ടുന്നു. ഇതൊരു പ്രശ്നമല്ലേ? ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ആർക്കും, അതായത് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ആർക്കും തോന്നുന്നില്ലേ? അത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ നടിക്കുന്നതാണ്. അത് ഇനി ഇവരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവർ കൂടിപ്പോയി എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ചിട്ട് ഇഗ്നോർ ചെയ്ത് കളയണതാണ്. മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രധാന പ്രശ്നമാണിത്. തൊഴിലില്ലായ്മ പ്രധാന പ്രശ്നം തന്നെയാണ്. നിങ്ങൾ നോക്കുക, എന്തുമാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ PSC പഠിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രത്തോളം ആൾക്കാർക്ക് വരുമാനവും ജോലിയില്ല, മറ്റു വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളില്ല. പഠിച്ച് ഒരു സുരക്ഷിതമായ ജോലി നേടാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇറങ്ങുന്നേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജോലിയില്ല. അപ്പം ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി തരാമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റൂലല്ലോ. റീസെൻ്റായിട്ടൊരു വാർത്ത ഉണ്ടതാണ്, ഒരു അറബിക് ടീച്ചർ ആ ഒരു പോസ്റ്റിലേക്ക് 1ാം റാങ്കിൽ വന്ന ആൾക്ക് പോലും 3 വർഷം കഴിഞ്ഞിട്ട് ജോലി ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും ഈ പറയുന്ന തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും മനസ്സിലാവുന്നുമില്ല. ആർക്കും അതിനെക്കുറിച്ച് അറിയുകയും വേണ്ട, ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് വേസ്റ്റാണ്? എന്താണ് വേസ്റ്റാണ് ഈ പറയുന്ന ഈ ഒരു സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് തൊട്ട് താഴോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതി യുവാക്കൾ എന്താ വേസ്റ്റാണ്? നമ്മളാർക്കും വേണ്ടേ? അല്ല, കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെയും കാണാനില്ല. ഇപ്പോൾ കുറച്ച് പ്രതിഷേധങ്ങൾ മറ്റുമൊക്കെ കാണുന്നുണ്ട്, സന്തോഷം, ഒരുപാട് നന്ദി. ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഭരണപക്ഷം ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. കാരണം ഓരോ കുടുംബങ്ങളിലെയും ഓരോ വിദ്യാർത്ഥികളുടെയും അവസ്ഥകൾ കുറേയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. ഒരു ജോലി ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് ചിലപ്പം പട്ടിണി കിടക്കുന്ന 5 or 6 ജീവനുകളായിരിക്കും. നമ്മൾ പറയും അതിദാരിദ്ര്യമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയും. ഒരു ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? സാനിറ്ററി നാപ്കിൻ അത് വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരിലും ന്യായീകരിക്കാൻ വേണ്ട ഒരുപാട് ആൾക്കാർ കാണും. നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ബെന്യാമിൻ്റെ ഒരു ആടുജീവിതത്തിലൊരു വരികളുണ്ട്, അതായത് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകൾ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നണമെന്നില്ല. പക്ഷേ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റണം എന്നുള്ള അഭ്യർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.